Very good morning, dear students. I am Dr. Saudamini Menon, educationist and clinical psychologist. ഇന്നത്തെ പറയാൻ പോണത് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് പറയണത് കേട്ടോ. ഐ എം നോട്ട് എക്സ്പേർട്ട് ഇൻ ദി കമ്പ്യൂട്ടർ നോളേജ്. പക്ഷേ ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് മറ്റുള്ളവർക്കും ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വീഡിയോ ആയിട്ട് ഇടുകയാണ്. ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ DCA ബുക്ക് 1-ൽ നിന്ന് സെൽഫ് ലേണിംഗ് മോഡ്യൂളിൽ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം ഓർഗനൈസേഷൻ. നമ്മൾ ഇത്രയും ദിവസം 2-3 ദിവസത്തിൽ നമ്മൾ നോക്കി ഹാർഡ്വെയർ കോമ്പണൻസിനെ പറ്റിയിട്ട്. അതിൽ ആദ്യത്തെ മദർ ബോർഡ് ആൻഡ് ചിപ്പ് സെറ്റ്, സെക്കൻഡ് വൺ ഈസ് ദ പ്രോസസ്സർ, third one is the buses, and fourth one is the expansion slot, and fifth one is the memory. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ആറാമത്തെ ഹാർഡ്വെയർ കോമ്പനൻറ്റിൻ്റെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് SMP എന്ന് നമ്മൾ പറയണത്. ദിസ് ഈസ് ആൻ ഇലക്ട്രോണിക് പവർ സപ്ലൈ ദാറ്റ് യൂസസ് എ സ്വിച്ചിങ് റെഗുലേറ്റർ to convert electric power efficiently. Then it is the power supply unit generally used in computers to convert the normal input. നമ്മൾ സാധാരണയിലുള്ള നോർമൽ ഇൻപുട്ട് വോൾട്ടേജ് അതിന്ന് ഇൻടു കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണ ഒരു ഹാർഡ്വെയർ കോമ്പനൻ്റാണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത് SMS. അത് ഒരു പ്രത്യേക ഇലക്ട്രോണിക് പവർ സപ്ലൈ ഉള്ളതാണ്. ഇതിന് ഒരു കഴിവെന്താണെങ്കിൽ റെഗുലേറ്റർ, സ്വിച്ചിങ് റെഗുലേറ്റർ ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ പവർ എഫിഷ്യൻ്റ്ലി, നന്നായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയർ കോമ്പനൻ്റാണ് SMS എന്നുള്ളത്. ഇനി ഏഴാമത്തെയാണ് പോർട്സ് എന്ന് പറയും. പോർട്സ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയില്ലേ, കുത്തിവയ്ക്കാനൊക്കെ ഉപയോഗിക്കണതിന് പോർട്സ്. കമ്പ്യൂട്ടർ പോർട്ട് ഈസ് എ interface or a point of connection between the computer and the peripheral devices. ഒരു സാധനത്തിനെ കണക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു കുത്തിവയ്ക്കില്ലേ, നമ്മളുടെ ഇപ്പോൾ മൊബൈലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഹോളിൽ അല്ലെ പിന്നിൽ ഇങ്ങനെ കുത്തിവയ്ക്കണതിനാണ് നമ്മൾ ഈ പോർട്സ് എന്ന് പറയണത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പെരിഫറൽ ഡിവൈസസ്, പുറത്തുള്ള പെരിഫറൽ ഡിവൈസസിലാണ്. അത് ഇൻപുട്ട് ഡിവൈസസിനെ നമുക്കതാക്കാം, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, സ്റ്റോറേജ് എക്സ്റ്റേണൽ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അങ്ങനെ 4 ഡിവൈസസാണ് നമ്മളതിൽ നോക്കിയിരിക്കുന്നത്. ഈ 4 ഡിവൈസസ്, ദീസ് 4 ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി മദർ ബോർഡ്. ഇത് 4 ഡിവൈസും ഏതിനോട് അനുബന്ധിച്ചിട്ടാണ്? മദർ ബോർഡിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. ത്രൂ ദ പോർട്സ് അവൈലബിൾ ഓൺ ദി മദർ ബോർഡ്. അതിലിപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത്? അതിൽ ഒരു 4, 5, 6 ഡിവൈസോ മറ്റേ ഇതിൽ ഉണ്ട്. ആദ്യത്തെ ഡിവൈസാണ് നമ്മളെന്താ അതിൽ ഈ മദർ ബോർഡിനെ കണക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത്. അതിൻ്റെ ആദ്യത്തെ ഡിവൈസിൻ്റെ പേരാണ് വീഡിയോ ഗ്രാഫിക്സ് ആരേ എന്ന്. വീഡിയോ ഗ്രാഫിക്സ് ആരേ, അതിന് ഷോർട്ട് ഫോമായിട്ട് പറയുന്നതാണ് VGA എന്ന്. ഇറ്റ് ഈസ് യൂസ് ടു കണക്റ്റ്. ഈ VGA എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു കണക്റ്റ് എ മോണിറ്റർ ഓർ എ പ്രൊജക്ടർ ടു എ കമ്പ്യൂട്ടർ വിച്ച് ഹാസ് 15 pins displayed. അതിൽ ഒരു 15 പിൻ, 3 റോയിൽ, 1 2 3 4 5, അങ്ങനെ 5 5 5 അങ്ങനെ 15 ഹോൾസുള്ള ഒരു സാധനമാണ് അതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിൽ ഈ മദർ ബോർഡിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് പ്രൊജക്ടറിലേക്കോ കണക്റ്റ് ചെയ്യുമ്പോൾ അതിൽ 15 പിൻസ് ഉള്ള ഒരു സിസ്റ്റമാണ് ഈ വീഡിയോ ഗ്രാഫിക്സ് ആരേ എന്ന് പറയുന്നത് VGA. മനസ്സിലായോ? രണ്ടാമത്തെ ഇതിലെന്താണ് മദർ ബോർഡിൽ കണക്റ്റ് ചെയ്യണ രണ്ടാമത്തെയാണ് IBM പേഴ്സണൽ 2 എന്നുള്ളതിന് പറയണം. PS2 എന്നാണ് അതിന് പറയുക.
ആ PS2 എന്താണെങ്കിൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പോർട്ട്, സ്പെഷ്യലായിട്ടുള്ള പോർട്ടാണ് ഫോർ കണക്റ്റിംഗ് ദ കീബോർഡ് ആൻഡ് ദ മൗസ്. കീബോർഡിനെയും മൗസിനെയും കൂടി കണക്റ്റ് ചെയ്യണ ഒരു വയർ, അതിനെയാണ് നമ്മൾ ഈ PS2 എന്ന് പറയണത്. ദീസ് പോർട്സ് ആർ സ്ലോ. ഇത് വളരെ സ്ലോ ആയിട്ടാണ്, പണ്ട് ഉപയോഗിച്ച ഇതാണ്. ഇപ്പോൾ ഈ PS2 ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാവരും എന്താണ് USB ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഇതാക്കണം. USB കാരണം എന്താണ്, ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ട് നടത്തുന്നത് കൊണ്ടാണ് USB ഇപ്പോൾ എല്ലാവരും USB ആണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതിൽ മൂന്നാമത്തെയാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയുന്നത്, USB. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ USB ഉപയോഗിക്കുന്നത്, ആ USB എന്താണത്? ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് ഡാറ്റ, വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റണ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസസ്, എല്ലാ ഡിവൈസിനും കൂടിയിട്ട് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോർട്ടിൽ ഉപയോഗിക്കാൻ പറ്റണതാണ് ഈ USB എന്ന് പറയുന്നത്. എല്ലാവരെയും അറിയില്ലോ, ചെറിയൊരു പെൻ ഡ്രൈവുമാരുള്ള സാധനമുണ്ട്, കുറച്ച് വലുതുണ്ട്, അത് പല വിധത്തിലുള്ളതുണ്ട്, കിട്ടണതുണ്ട്. അപ്പോൾ ദിസ് ഈസ് യൂസ് ടു കണക്ട് ഓൾ ഡിവൈസസ്, എല്ലാ ഡിവൈസസിനും, പ്രൊജക്ടർ ആണെങ്കിലും ഇരുവിലെ കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മുടെ മൊബൈൽ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് USB. മെയിൻ ഇതിൻ്റെ പ്രത്യേക ഗുണം എന്താണെങ്കിൽ ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രിക് പവർ ടു എക്സ്റ്റേർണൽ ഡിവൈസ്. ഇലക്ട്രിക് പവർ എക്സ്റ്റേർണൽ ഡിവൈസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ് വെൻ ദ പവർ ഈസ് ഓൺ. പവർ ഓൺ ഉള്ള സമയത്ത് നമുക്കത് ഓണും ചെയ്യാം ഓഫും ചെയ്യാം, അങ്ങനെ ഉപയോഗിക്കാം. 2 അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും, ആൻഡ് വെരി ഈസി ടു ക്യാരി അല്ലേ, എവിടെ പോകണമെങ്കിൽ നമുക്ക് USB പോക്കറ്റിലിട്ടിട്ട് പോകാനും പറ്റണതാണ്. പിന്നത്തെ ഒരു ഡിവൈസാണ് ഈതർനെറ്റ് എന്ന് പറയുന്നത്. ഈ ഈതർനെറ്റ് പറയുന്നത് ആദ്യം അതിനെ LAN എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റ്ലി റെഫർഡ് ടു ആസ് LAN പോർട്ട്. ഇറ്റ് അലൗസ് എ കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക് യൂസിങ് എ വയേർഡ് കണക്ഷൻ. ഒരു വയറിൻ്റെ കണക്ഷൻ കൊണ്ട് കണക്റ്റ് ചെയ്യാൻ പറ്റണതാണ് ഈ ഈതർനെറ്റ് അല്ലെങ്കിൽ LAN എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കുള്ളത് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസാണ്. അതിനെന്താ നമ്മൾ ഷോർട്ട് ഫോമിൽ എന്താ പറയണത്? HDMI എന്നാണ് അതിനെ നമ്മൾ പറയണത്. ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ഡിജിറ്റൽ ഇൻ്റർഫേസ്. ഇത് നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നില്ലേ, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഇറ്റ് കണക്ട്സ് ടു digital interface and is possible for transmitting high definition video and multi-channel audio over a single ഒരു സിംഗിൾ കേബിൾ കൊണ്ട് നമുക്ക് ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമ്മൾക്കതിൽ ചെയ്യാൻ പറ്റും. പിന്നത്തെ ലാസ്റ്റ് വണ്ണാണ് ഓഡിയോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ഓഡിയോ ഡിവൈസസ് ലൈക്ക് സ്പീക്കേഴ്സ്, മൈക്രോഫോൺ എക്സെട്ര. അതിലൊരു വയറാണ്, നമ്മളതിനെ എല്ലാത്തിലും കണക്ട് ചെയ്യാം. മീൻസ് നമ്മളുടെ ഈ ഓഡിയോ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കണതാണ്. അതിൽ സ്പീക്കേഴ്സിലും മൈക്രോഫോണിലും ഉപയോഗിക്കണം. ഇതിൻ്റെ എല്ലാം പറ്റിയിട്ട് നമ്മളുടെ ബുക്കുണ്ടല്ലോ, ആ ബുക്കിൽ പേജ് നമ്പർ 29 ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, 2.14. ആ ഫിഗർ നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഇന്നത്തേക്ക് ഇത്ര മാത്രം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നിങ്ങളുടെ സൗദാമിനി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.